ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ നവ്യെ നോക്കാൻ വേണ്ടിയിട്ട് ഹോം നേഴ്സിനെ കൊണ്ടുവരുന്നതിന് പകരം കനകയെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കനക കാരണം ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകാം, നവ്യയുടെ ഈ ഒരു ചതി അല്ലെങ്കിൽ നവ്യയുടെ ഈ ഒരു വഞ്ചന എല്ലാവർക്കും മനസ്സിലാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു തർക്കങ്ങളും വഴക്കുകൾക്കും നടുവിലൂടെയാണ് നമ്മൾ അനന്തപുരി തറവാട്ടിലെ ആ ഒരു തർക്കവും വഴക്കൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ നവ്യയുടെ ഭയങ്കര ഒരു വഞ്ചനയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും നവ്യയുടെ അമ്മ വന്നതിൽ ഭയങ്കരമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുന്നത് കൂടുതലും ജലജ അബിയും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ജലജയുടെ റൂമിലാണ് മുത്തശ്ശി കനകയുടെ കിടക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഒട്ടും നവ്യയുടെ ഭർത്താവായിട്ടുള്ള നമ്മുടെ അബിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അബി നവ്യയോട് പറയുന്നുണ്ട്, നീ എന്തിനാ അമ്മയുടെ അടുത്ത് ആ റൂമിൽ കിടക്കാനായിട്ട് നീ എന്തിനാ സമ്മതിച്ചത് എന്നൊക്കെ നീ നിനക്ക് അത്രയ്ക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിന്റെ അമ്മയുടെ അടുത്ത് അവിടെ തന്നെ കിടക്കാൻ പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നവ്യ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അമ്മ ഹാളിൽ കിടക്കാന്ന് പറഞ്ഞപ്പോൾ നീയല്ലേ സമ്മതിക്കാത്തത്, അല്ലെങ്കിൽ മുത്തശ്ശനും അല്ലേ അങ്ങോട്ട് കിടക്കാൻ പറഞ്ഞത്, പിന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള സംസാരങ്ങൾക്കിടയിൽ അബി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കനകയോട് ഒരു കാര്യം ചെയ്യാൻ പറ, കനകയും നീയും കൂടി ഈ ഒരു റൂമിൽ കിടാ, ഞാൻ വേറെ മാറി താമസിച്ചാൽ പോരെ, ഞാൻ എൻ്റെ അമ്മയുടെ കൂടി താമസിച്ചാൽ പോരെ. അപ്പൊ അത് നവ്യക്ക് ഒട്ടും പറ്റത്തില്ല. അമ്മ ഒരിക്കലും ഈ റൂമിൽ കയറാൻ അർഹതയല്ല. അമ്മയ്ക്ക് ഈ എസിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് മാറത്തില്ല. ഈ റൂമിൽ കയറ്റാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ കൂടെയാണ് ഭാര്യ താമസിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഹസനമൊക്കെ അല്ലെങ്കിൽ പ്രസംഗമൊക്കെ നമ്മുടെ നവ്യ അവിടെ നടത്തുന്നുണ്ട്. അവസാനം നവ്യ ഒരു കാര്യം കൂടി പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് ഈ വീട്ടിൽ കയറാൻ പോലും ഒരു യോഗ്യതയില്ല, അതുകൊണ്ട് എൻ്റെ അമ്മയെ സൂക്ഷിച്ചോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടുത്തെ എസിയും അല്ലെങ്കിൽ ഇവിടുത്തെ ചുറ്റുപാടും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അമ്മ ശ്രമിക്കത്തുള്ളൂ എന്ന് നവ്യ പറയുവാണ്. അപ്പോൾ ഏകദേശം അബിയും മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, സ്വന്തം അമ്മയെ സ്നേഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വന്തം അമ്മയെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ ഉള്ള ഇവളാണ് ഇനി എൻ്റെ കുടുംബത്തെയും സ്നേഹിക്കാൻ പോകുന്നത് എന്ന് അവിടെ അബി സ്വയം മനസ്സിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനന്തപുരി തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജലജയുടെ ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ കനകയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ ഗോവിന്ദനെ വിളിച്ച് കനക വീഡിയോ കോൾ വിളിച്ച് ഓരോന്നും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഗോവിന്ദനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ കനക എങ്ങനെയെങ്കിലും ഇവിടുന്ന് അടിച്ചു പുറത്താക്കുക, പ്രത്യേകിച്ച് ഈ റൂമിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ ജലജ ഒരുപാട് പ്രയോഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ആദ്യം തന്നെ ഈ എസിയുടെ ആ ഒരു തണുപ്പ് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് കനക സുഖമായിട്ട് കിടന്നുറങ്ങുവാണ്. അങ്ങനെ ആ ഒരു ഉറക്കത്തിൽ കനകയ്ക്ക് ആ ഒരു തണുപ്പ് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ തണുപ്പ് പറ്റുന്നില്ല കനകയ്ക്ക്. അങ്ങനെ ആ എസി ഒന്ന് കുറയ്ക്കാനോ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ ജലജ കേൾക്കുന്നില്ല. അത് മാത്രമല്ല ഒരു പുതപ്പ് പോലും കനകയ്ക്ക് മൂടാനായിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യപ്പെട്ട് കനക നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് തൻ്റെ ഭർത്താവിനോട് ഇപ്പൊ തന്നെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല എന്ന് നയനയ്ക്ക് മനസ്സിലായി. ആദർശ് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല, ഇത് വെറും മുത്തശ്ശനോടുള്ള ആ ഒരു മുത്തശ്ശൻ പറഞ്ഞതിന്റെ വാക്കിന്റെ പേരിൽ മാത്രമാണ് എന്നെ സ്നേഹിക്കുന്നത് എന്ന് നയനയ്ക്ക് മനസ്സിലായി. അങ്ങനെ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളൊക്കെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നയന തന്നെ പറയുന്നുണ്ട്, എനിക്ക് മുറുക്കാൻ ചവയ്ക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ എപ്പോഴേ കൊണ്ടുപോയേനെ, ഇവിടെ ആയതുകൊണ്ടാണ് എനിക്ക് ഒരു ആഗ്രഹവും നിറവേറ്റാനായിട്ട് സാധിക്കാത്തത്, അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ആയി അവസാനം ആദർശ് പറയുവാണ്, നമ്മുടെ അനിയുടെ ബൈക്കിൽ നമുക്ക് പോകാം, ചുറ്റി കറങ്ങി ഒന്ന് തന്നെ പുറത്തും കൊണ്ടുപോകാം, എന്നിട്ട് നമുക്ക് ഇതെല്ലാം മേടിച്ചിട്ട് തിരിച്ചു വരാം എന്ന് നയനയോട് പറയുകയും അങ്ങനെ നയനയോട് പെട്ടെന്ന് ഒരുങ്ങി വരാനായിട്ട് പറയുന്നുണ്ട്. ആദർശം ഒരുങ്ങി വന്നതിന് ശേഷം നോക്കുമ്പോൾ നയന നല്ല സുന്ദരിയായിട്ട്, അതും സാരിയിലല്ല, മുമ്പ് നയന ഇടുന്നത് പോലത്തെ ചുരിദാറിൽ നല്ല ഭംഗിയിൽ സുന്ദരിയായിട്ട് ഒരുങ്ങി വരുവാണ്. അപ്പോൾ ആ ഒരു രൂപം ആ ഒരു ഭംഗി കണ്ടപ്പോൾ തന്നെ ആദർശന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നയനയുടെ ബൈക്കിൽ ആരും ശബ്ദം കേൾക്കാത്ത രീതിയിൽ പതുക്കെ ഉരുട്ടിക്കൊണ്ട് നയനയും ആദർശം കൂടി പുറത്തോട്ട് കറങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് തന്നെ കനക ആ ഒരു തണുപ്പൊന്നും സഹിക്കാൻ പറ്റാതെ ആ ഒരു തണുപ്പത്ത് പിടിച്ചു നിന്നിട്ട് അവസാനം ജലജയുടെ ആ ഒരു പുതപ്പൊക്കെ വലിച്ച് മൂടുന്നുണ്ട്. അങ്ങനെ ജലജ അവസാനം ദേഷ്യപ്പെട്ടിട്ട് അതൊക്കെ തിരിച്ചങ്ങോട്ടും മേടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും വഴക്കുകളും അവർക്കിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും പറ്റത്തില്ല, ഒരു നിമിഷം പോലും എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്റ്റേജ് വരെ നമ്മുടെ കനക എത്തിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, മറ്റൊരു ഹോം നേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ നവ്യയുടെ ആ ഒരു ചതിക്കുഴി പുറത്താകും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നവ്യയും അധികം ഹോം നേഴ്സിനെ വെക്കാൻ സമ്മതിക്കാത്തത്. പക്ഷേ
എങ്ങനെയെങ്കിലും കനകയെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അബിയും ജലജയും കൂടി ഒന്നടങ്കം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ശ്രമങ്ങളെല്ലാം വിജയിക്കുമോ? നയനയും ആദർശും ഒരുപാട് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആദർശിന്റെ അമ്മ കാരണമാണ് ആദർശ് ഒരുപാട് നയനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാത്തത്. അപ്പം ഈ ഒരു യാത്ര കൂടി, ഈ ഒരു നൈറ്റ് ഡ്രൈവോട് കൂടി ആദർശിന് നയനെ അംഗീകരിക്കാനും നയനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടും സാധിക്കുമോ? ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ഈ ഒരു പുറത്ത് പോയി കറങ്ങുന്ന ആ ഒരു കാര്യം നമ്മുടെ ദേവയാനി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന ആളുകൾ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.